വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലെ മുസീബത്തുകൾ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അല്ലാഹുവിന്റെ കലാമിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. മാ അസ്വാബ മിൻ മുസീബത്തുൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും, നിങ്ങളുടെ സ്വന്തം ദേഹത്തിലോ ഭൂമിയിലോ എന്തെങ്കിലും മുസീബത്തുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഹ, ആ മുസീബത്ത് ഉണ്ടാകുന്നതിന് മുമ്പായി റഹ്മാനായ റബ്ബ് അവന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ എളുപ്പം ചെയ്യുന്നവനാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയുകയാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും റഹ്മാനായ റബ്ബ് പരീക്ഷണത്തിൽ നമ്മെ വിടുകയില്ല. ദുഃഖത്തിന് ഒരു ആശ്വാസമുണ്ട് സഹോദരങ്ങളെ, പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പവുമുണ്ട്. അതാണ് ഈ ആയത്തുകളിൽ കൂടെ റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 2 ആയത്തുകളാണ്. എന്തുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് വിശ്വാസികളോട് ഇങ്ങനെ അരുളുന്നത്? നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അമിതമായ ദുഃഖം നിങ്ങൾക്കുണ്ടാകരുത്. എന്തെങ്കിലും നിഅമത്ത് ലഭിച്ചതിന്റെ പേരിൽ അമിതമായ ഒരു ആഹ്ലാദവും നിങ്ങൾക്ക് ഉണ്ടാകരുത്. എല്ലാറ്റിനും ഒരു മിതത്വം ഉണ്ടാവുക. ദുഃഖത്തിൽ തന്നെ ജീവിക്കണമെന്നില്ല. എന്തെങ്കിലും നിഅമത്ത് ലഭിച്ചതിന്റെ പേരിൽ അല്ലാഹുവിനെ മറക്കണമെന്നില്ല. എല്ലാറ്റിനും ഒരു മിതത്വത്തിൽ കൂടിയുള്ള ഒരു ജീവിതമാണ് വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബ് നിരീക്ഷിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടായാലും എൻ്റെ റബ്ബ് എനിക്ക് താങ്ങും തണലുമായിട്ട് എന്നെ കൈവിടില്ല എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാകും വിശ്വാസികളെ. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യം തേടിക്കൊണ്ട് ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്ന ഒരു ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതാണല്ലോ വിശ്വാസികളുടെ ഈമാനെ തന്നെ തെറ്റിച്ചു കളയുന്ന ഒരു വല്ലാത്ത ഒരു ദുരവസ്ഥ വിശ്വാസികളുടെ ജീവിതത്തിൽ വന്ന് വിട്ടുപോകുന്നത്. സൗഭാഗ്യത്തിന് വേണ്ടി അലയുന്ന മുസ്ലിം സമൂഹം, ജീവിതത്തിൽ ദുഃഖം മാറുവാൻ വേണ്ടി മുസ്ലിയാക്കന്മാരെ തേടിപ്പോകുന്ന ഒരു ദുരവസ്ഥ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറുവാനായിട്ട് ഏതെങ്കിലും കണിയാന്മാരുടെ അടുക്കലോ ജ്യോത്സ്യന്മാരുടെ അടുക്കലോ ചെന്നുകൊണ്ട് അതിന് പരിഹാരം തേടുന്ന ഒരു ദുരവസ്ഥ മുസ്ലിം സമുദായത്തിൽ പോലും പെട്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിഴലിച്ചു നിൽക്കുകയാണ് വിശ്വാസികളെ. എന്തെങ്കിലും ഒരു മുസീബത്തുകൾ വന്നാൽ അത് നീ കാരണമാണ്. നമ്മുടെ നാടുകളിലേക്ക് അങ്ങനെയാണല്ലോ. മരുമകൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും താളപ്പിഴകൾ വന്നാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വീട്ടിലുണ്ടായാൽ ദീനറിയാത്ത നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പറയുകയാണ്, ഈ മരുമകൾ കാലെടുത്ത് വച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ഈ മുസീബത്ത്. ഇത് തുടക്കം കുറിച്ചത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്.